Hello friends, welcome back to my English classroom. In this class, we are going to discuss about evolution of Indian press. Calicut University BA third semester complimentary paper ആയ History of Mass Media യിലെ ആദ്യ മൊഡ്യൂളായ Evolution of Indian Press എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ വിശദമായി പഠിക്കാൻ പോകുന്നത്. ഇന്ത്യൻ മാധ്യമങ്ങളുടെ പരിണാമത്തിനും വളർച്ചയ്ക്കും കാരണക്കാരായ മഹത് വ്യക്തിത്വങ്ങളെക്കുറിച്ചും ആ കാലത്തെ സംഘടനകളെക്കുറിച്ചുമാണ് ഈ ആദ്യ ഭാഗത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ വൺസ് അഗെയിൻ വെൽക്കം ടു മൈ ക്ലാസ് റൂം. എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ പ്രസ്, ഇന്ത്യൻ മാധ്യമങ്ങളുടെ പരിണാമം അല്ലെങ്കിൽ വളർച്ച. ആദ്യകാലത്ത് ഇന്ത്യയിൽ എങ്ങനെയാണ് അച്ചടി ആരംഭിച്ചതെന്നും അതുമായി ബന്ധപ്പെട്ട വ്യക്തികളും സംഘടനകളെയും കുറിച്ചാണ് നമ്മൾ വിശദമായിട്ട് പഠിക്കുന്നത്. പ്രിൻറ്റിംഗ് പ്രസ്സസ് were first brought to India in the 16th century by Christian missionaries for publishing evangelical literature. ഇന്ത്യയിലേക്ക് ആദ്യമായി അച്ചടി യന്ത്രങ്ങൾ കൊണ്ടുവരുന്നത് 16-ാം നൂറ്റാണ്ടിൽ ക്രിസ്തീയ സഭകളാണ്. ക്രിസ്തീയ സഭകൾ ഇതിന് മുതിരുന്നത് അവരുടെ ക്രിസ്തീയ സാഹിത്യം ഇന്ത്യയിൽ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. Their publications include the Bible and other literature to assist conversion and evangelization. അവരുടെ ആദ്യ പുസ്തകങ്ങൾ അവരാദ്യമായി അച്ചടിച്ചിറക്കിയത് ബൈബിളും മറ്റ് ക്രിസ്തീയ സാഹിത്യങ്ങളുമാണ്. അതിലെ അവരുടെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് കൺവേർഷൻ ആയിരുന്നു. കൺവേർഷൻ എന്ന് പറഞ്ഞാൽ മതപരിവർത്തനം. അതുപോലെ ഇവാഞ്ചലൈസേഷൻ, സുവിശേഷവൽക്കരണം, ക്രിസ്തുവിൻ്റെ കഥകളും ജീവിതവും ഒക്കെ പറഞ്ഞ് ആളുകളിൽ ആ ഒരു ഇഷ്ടം സ്നേഹവും ഉളവാക്കുക, അതിലൂടെ കൺവേർഷൻ മതപരിവർത്തനം സാധ്യമാക്കുക എന്നതായിരുന്നു അച്ചടിയിലൂടെ ആദ്യകാലത്ത് ക്രിസ്തീയ സഭകളുടെ ലക്ഷ്യം. ഡോക്ടർ നാദിക് കൃഷ്ണമൂർത്തി states in his work Indian Journalism that the first printed book in India was Doctrine of Christ, a missionary publication in 1557 in Goa. ഇന്ത്യൻ ജേർണലിസം പഠനത്തിലെ വിദഗ്ധനായ നാദിക് കൃഷ്ണമൂർത്തി അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ ജേർണലിസം എന്ന പുസ്തകത്തിൽ പറയുന്നത് ഇന്ത്യയിൽ ആദ്യമായി അച്ചടിക്കപ്പെട്ട പുസ്തകം 1557 ഗോവയിൽ വെച്ച് അച്ചടിച്ച ഡോക്ട്രീന ക്രിസ്റ്റയാണ്. അതിൻ്റെ ഇംഗ്ലീഷ് ഡോക്ട്രിൻ ഓഫ് ക്രൈസ്റ്റ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ക്രിസ്ത്യൻ മിഷനറീസിൻ്റെ ഒരു ഉദ്യമമായിരുന്നു അത്. The second printing press in India was established in 1578 at Punikkail in Tirunelveli district in Tamil Nadu. ഇന്ത്യയിലെ രണ്ടാമത്തെ അച്ചടിശാല നിർമ്മിക്കുന്നത് തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിലെ പുനിക്കയിൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. 1578 രണ്ടാമത്തെ പ്രിൻറ്റിംഗ് പ്രസ് ഇന്ത്യയിൽ ആരംഭിക്കുന്നത്. ദിസ് ടു വാസ് എ ക്രിസ്ത്യൻ ഇനീഷ്യേറ്റീവ്. ഇതും ക്രിസ്തീയ സഭകളുടെ ഒരു ഉദ്യമം തന്നെയായിരുന്നു. അവർ തന്നെ മുൻകൈയെടുത്ത് ആരംഭിച്ചതാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ പ്രസ്സും. The East India Company also set up printing presses in different places for the efficient administration of the subcontinent. പിന്നീടാണ് ഇന്ത്യ ആ കാലത്ത് ഭരിച്ചുകൊണ്ടിരുന്ന ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അച്ചടിയിലേക്ക് കടക്കുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡം പോലെയുള്ള ഒരു വലിയ പ്രദേശത്തെ ഭരിക്കുക എന്നതായിരുന്നു അവർ നേരിട്ട വലിയ വെല്ലുവിളി. അതുകൊണ്ട് തന്നെ അവരുടെ ഭരണം സുഗമമാക്കുക എന്ന ലക്ഷ്യമായിരുന്നു പ്രിൻറ്റിംഗ് ആരംഭിച്ചതിലൂടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കുണ്ടായിരുന്നത്. The birth of the first newspaper in the country was towards the end of 18th century. ഇന്ത്യയിലെ ആദ്യത്തെ പത്രം ആരംഭിക്കുന്നത് 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ്. ആ ചരിത്രം പഠിക്കണമെങ്കിൽ നമ്മളൊരു വ്യക്തിയെ അറിയണം. ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഇന്ത്യൻ മാധ്യമങ്ങളുടെ പരിണാമത്തെക്കുറിച്ച് പഠിച്ചാരംഭിക്കാം. അദ്ദേഹമാണ് ജെയിംസ് അഗസ്റ്റസ് ഹിക്കി. ജെയിംസ് അഗസ്റ്റസ് ഹിക്കി, എ ബ്രിട്ടീഷ് സിറ്റിസൺ, പബ്ലിഷ്ഡ് ദ ഫസ്റ്റ് ന്യൂസ് പേപ്പർ ഇൻ ഇന്ത്യ. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ത്യയിൽ പത്രം ആരംഭിച്ച വ്യക്തിയാണ് ജെയിംസ് അഗസ്റ്റസ് ഹിക്കി എന്ന ബ്രിട്ടീഷ് പൗരത്വമുള്ള വ്യക്തി. The first issue appeared on January 29, 1780 in Calcutta. കൽക്കത്തയിൽ 1780 ജനുവരി 29 ഈ പത്രത്തിൻ്റെ ആദ്യ പ്രതി പുറത്തിറങ്ങുന്നത്. ബിയറിംഗ് ദ നെയിം ബംഗാൾ ഗസറ്റ് ഓർ കൽക്കട്ട ജനറൽ അഡ്വർടൈസർ. 2 പേരിലാണ് ഈ പത്രം ഇറങ്ങിയത്. ബംഗാൾ ഗസറ്റ് അല്ലെങ്കിൽ കൽക്കട്ട ജനറൽ അഡ്വർടൈസർ എന്ന പേരിൽ.
It was a weekly newspaper published in English and addressed exclusively to the large group of British residents in Calcutta. ആഴ്ചപ്പതിപ്പായി ഇറങ്ങിയ ഈ പത്രം ഇംഗ്ലീഷിലാണ് പുറത്തിറങ്ങിയത്. മാത്രമല്ല കൽക്കത്തയിൽ താമസിക്കുന്ന ബ്രിട്ടീഷുകാർക്ക് വേണ്ടി മാത്രമാണ് ഈ പത്രം ആദ്യമായി പുറത്തിറങ്ങുന്നത്. ഇറ്റ്സ് ഫ്രണ്ട് പേജ് ക്യാരിഡ് ഓൺലി ക്ലാസിഫൈഡ് അഡ്വർടൈസ്മെൻറ്റ്. ആദ്യ പേജിൽ ക്ലാസിഫൈഡ് പരസ്യങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഹിക്കി വാസ് ദ ഫൗണ്ടർ, എഡിറ്റർ, പ്രിൻറ്റർ ആൻഡ് പ്രൊമോട്ടർ ഓഫ് ദിസ് വീക്കിലി. ഈ ആഴ്ചപ്പതിപ്പിൻ്റെ എല്ലാമായിരുന്നു ജെയിംസ് അഗസ്റ്റസ് ഹിക്കി. ഇതിൻ്റെ ഫൗണ്ടറും എഡിറ്ററും പ്രിൻറ്ററും പ്രൊമോട്ടറും എല്ലാം ജെയിംസ് അഗസ്റ്റസ് ഹിക്കി തന്നെയായിരുന്നു. ഇറ്റ് വാസ് എ 2-page ന്യൂസ് പേപ്പർ ആൻഡ് ദ സൈസ് ഓഫ് ദ പേപ്പർ വാസ് 12 inches by 8 inches. 2 പേജ് മാത്രമുള്ള ഒരു ന്യൂസ് പേപ്പർ ആയിരുന്നു ഇത്. 12 ഇഞ്ച് നീളവും 8 ഇഞ്ച് വീതിയുമായിരുന്നു ഇതിൻ്റെ സൈസ്. അഡ്വർടൈസ്മെൻറ്റ്സ് ഓക്കുപ്പൈഡ് മോർ സ്പേസ് ദാൻ റീഡിംഗ് മാറ്റർ. വായിക്കാനുള്ള വാർത്തയേക്കാളും ഇതിനകത്തുണ്ടായിരുന്നത് പരസ്യങ്ങളാണ്. But it is important to note that there was hardly any news that really concerned the Indians. അതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം സാധാരണ ഇന്ത്യക്കാരെക്കുറിച്ചോ ഒരു ഇന്ത്യക്കാരെക്കുറിച്ചും കാര്യമായ ഒരു വാർത്തയും ആ പത്രത്തിനകത്ത് ഉണ്ടായിരുന്നില്ല. ബ്രിട്ടീഷുകാർക്ക് വേണ്ടി മാത്രം, കൽക്കത്തയിൽ താമസിക്കുന്ന ബ്രിട്ടീഷുകാർക്ക് വേണ്ടി മാത്രം ഇറങ്ങിയ ഒരു ന്യൂസ് പേപ്പറായിരുന്നു ബംഗാൾ ഗസറ്റ് അല്ലെങ്കിൽ കൽക്കട്ട ജനറൽ അഡ്വർടൈസർ. വാറൻ ഹേസ്റ്റിങ്സ് ഫൈനലി ടുക്ക് ആക്ഷൻ അഗെയിൻസ്റ്റ് ഹിക്കി ഫോർ ഡിഫൈമേഷൻ ഇൻ 1781. 1781 അന്നത്തെ ഗവർണർ ജനറലായിരുന്ന വാറൻ ഹേസ്റ്റിങ്സ് തനിക്കെതിരെ അപകീർത്തിപരമായ വാർത്തകൾ ഹിക്കി നൽകി എന്ന പേരിൽ ഇതിനെതിരെ കേസെടുക്കുന്നു. ഹി വാസ് കൺവിക്റ്റഡ് ആൻഡ് സെൻറ്റൻസ്ഡ് ടു എ ഇയേഴ്സ് ഇംപ്രിസൺമെൻറ്റ് ആൻഡ് ടു പേ എ ഫൈൻ ഓഫ് 2000 rupees. ആ കേസിൽ ഹിക്കിയെ കുറ്റം ചുമത്തപ്പെടുകയും ശിക്ഷിക്കുകയും ചെയ്തു. 1 വർഷത്തോളം ജയിൽവാസം അനുഭവിക്കേണ്ടി വരികയും 2000 രൂപയോളം ഫൈൻ കൊടുക്കുകയും ചെയ്യേണ്ടി വന്നു. ബട്ട് ഗസറ്റ് കണ്ടിന്യൂ ടു അപ്പിയർ റെഗുലർലി വൈൽ ഹിക്കി വാസ് ഇൻ പ്രിസൺ. ഹിക്കി ജയിൽവാസം അനുഭവിക്കുമ്പോഴും ഒരു തടസ്സവും കൂടാതെ ബംഗാൾ ഗസറ്റ് ഇറങ്ങിക്കൊണ്ടേയിരുന്നു. വാറൻ ഹേസ്റ്റിങ്സ് വാസ് റിപ്പീറ്റഡ്ലി ലാംബോൺഡ്. വാറൻ ഹേസ്റ്റിങ്സിനെ തുടർച്ചയായി പരിഹസിച്ചുകൊണ്ടേയിരുന്നു ഈ ന്യൂസ് പേപ്പർ. എ സീരീസ് ഓഫ് ആക്ഷൻസ് വാസ് ടേക്കൺ അഗെയിൻസ്റ്റ് ഹിക്കി ആൻഡ് ഹിസ് വീക്കിലി. അതിനെ തുടർന്ന് ഹിക്കിക്കെതിരെയും തൻ്റെ വീക്കിലിക്കെതിരെയും വലിയ ശക്തമായ നടപടികൾ വരാൻ തുടങ്ങി. ഇൻ മാർച്ച് 1782 ദ ടൈപ്സ് ഫോർ പ്രിൻറ്റിംഗ് ദ പേപ്പർ വർ കോൺഫിസ്കേറ്റഡ് ആൻഡ് ബംഗാൾ ഗസറ്റ് വാസ് സപ്രസ്ഡ്. 1782 മാർച്ചിൽ പ്രിൻറ്റിംഗ് സാമഗ്രികളെല്ലാം പിടിച്ചെടുക്കുകയും ബംഗാൾ ഗസറ്റിനെ അടിച്ചമർത്തുകയും ചെയ്തു. This marked the premature and unceremonious end of India's first newspaper. ഇന്ത്യയിലെ ആദ്യത്തെ പത്രം അവിടെ അകാലത്തിൽ പൊഴിയുകയാണ്. അകാലത്തിലുള്ള അവസാനമാണ് ഇന്ത്യയുടെ ആദ്യ പത്രത്തിന് ലഭിച്ചത്. യാതൊരുവിധ ആചാരങ്ങളും പ്രോഗ്രാമുകളുമില്ലാതെ ഇന്ത്യയിലെ ആദ്യ പത്രം അവിടെ അവസാനിക്കുന്നു. The seizure of the press was a severe blow to the already hurt editor. ആദ്യമേ കേസുകൾ കൊണ്ടെല്ലാം മുറിവേറ്റ് നിൽക്കുന്ന നമ്മുടെ ജെയിംസ് അഗസ്റ്റസ് ഹിക്കിക്ക് തൻ്റെ പത്രം പിടിച്ചടക്കി എന്നുകൂടി കേൾക്കുമ്പോൾ അത് വലിയൊരു തിരിച്ചടിയാവുന്നു, വലിയൊരു ആഘാതമായി മാറുന്നു. ഹി ഡൈഡ് ഇൻ ഒബ്സ്ക്യൂരിറ്റി. എങ്ങനെയാണെന്ന് പോലും അറിയാത്ത കാരണത്താൽ അദ്ദേഹം അവസാനം മരിക്കുന്നു. ഇന്നും അദ്ദേഹം മരിച്ചത് എങ്ങനെയാണെന്നുള്ളത് ഒരു നിഗൂഢമായ വസ്തുതയായി നിലനിൽക്കുന്നു. അങ്ങനെ ഇന്ത്യയിലെ ആദ്യ പത്രത്തിൻ്റെ ചരിത്രം അവിടെ അവസാനിക്കുന്നു. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ മാധ്യമ ലോകത്തിന് വഴികാട്ടിയായ ഒരു വ്യക്തിയെക്കുറിച്ചാണ്. ഏറ്റവും മികച്ച സംഭാവനകൾ ഇന്ത്യൻ മാധ്യമ ലോകത്ത് നൽകിയ ജെയിംസ് സിൽക്ക് ബക്കിംഗ്ഹാം. സർ ജെയിംസ് സിൽക്ക് ബക്കിംഗ്ഹാം, one of the important personalities in Indian journalism, assumed the editorship of Calcutta Journal in 1818. ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച മാധ്യമപ്രവർത്തകൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ജെയിംസ് സിൽക്ക് ബക്കിംഗ്ഹാം 1818 കൽക്കട്ട ജേണലിൻ്റെ എഡിറ്റർഷിപ്പ് ഏറ്റെടുക്കുന്നു. The first issue of the paper appeared in Calcutta on October 2, 1818. 1818 ഒക്ടോബർ 2 ഇതിൻ്റെ ആദ്യ പ്രതി കൽക്കട്ടയിൽ പുറത്തിറങ്ങുന്നത്.
ഇറ്റ് വാസ് എൻ 8-page bi-weekly newspaper priced ₹1. 8 പേജുള്ള ഒരു ദ്വൈവാരികയായിരുന്നു ഇത്. 2 ആഴ്ച കൂടുമ്പോൾ പുറത്തിറങ്ങുന്ന ബൈ-വീക്കിലി. ₹1 ഈ പത്രത്തിൻ്റെ വില. ഇറ്റ്സ് കണ്ടൻസ് ഇൻക്ലൂഡ് പൊളിറ്റിക്കൽ, കൊമേഴ്ഷ്യൽ ആൻഡ് ലിറ്റററി ന്യൂസ് ആൻഡ് വ്യൂസ്. ഈ കൽക്കട്ട ജേണൽ എന്ന പത്രത്തിൽ പ്രധാനമായും രാഷ്ട്രീയമായിട്ടുള്ള, സാമ്പത്തികമായിട്ടുള്ള, സാഹിത്യപരമായിട്ടുള്ള വാർത്തകളും കാഴ്ചപ്പാടുകളുമാണ് ഉണ്ടായിരുന്നത്. ദസ് കൽക്കട്ട ജേണൽ വാസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം ഹിക്കീസ് ഗസറ്റ്. അതുകൊണ്ട് തന്നെ കൽക്കട്ട ജേണൽ എന്ന് പറയുന്ന ജെയിംസ് സിൽക്ക് ബക്കിംഗ്ഹാമിൻ്റെ പത്രം ഹിക്കീസ് ഗസറ്റിൽ നിന്ന് എത്രയോ വ്യത്യസ്തമായിരുന്നു. കാരണം ഹിക്കീസ് ഗസറ്റ് വിച്ച് മോസ്റ്റ്ലി കണ്ടെയ്ൻഡ് ഗോസിപ്പ്, സ്കാൻഡൽസ് ആൻഡ് സ്കെറിലസ് റൈറ്റിംഗ്. ഹിക്കീസ് ഗസറ്റ്, ആദ്യ പത്രമായ ഹിക്കീസ് ഗസറ്റ് കൂടുതൽ പ്രാധാന്യം നൽകിയത് ഗോസിപ്പുകൾക്കായിരുന്നു, അപവാദ പ്രചാരണങ്ങൾക്കായിരുന്നു. അതുപോലെ സ്കാൻഡൽസ്, ആരോപണങ്ങൾ ഉയർത്തുക എന്നുള്ളതായിരുന്നു. അതുപോലെ സ്കെറിലസ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ അശ്ലീലമായ വാർത്തകൾ കൊടുക്കുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ആദ്യ പത്രത്തെക്കാൾ എത്രയോ വാർത്താ പ്രാധാന്യം കൂടുതൽ നൽകിയ പത്രമായിരുന്നു ജെയിംസ് സിൽക്ക് ബക്കിംഗ്ഹാമിൻ്റെ കൽക്കട്ട ജേണൽ. ഹി വാസ് ഫിയർലെസ് ഇൻ കണ്ടംനിങ് ദ ലോക്കൽ കസ്റ്റം ഓഫ് സതി. അക്കാലത്തെ ദുരാചാരമായിരുന്ന സതിയെ യാതൊരു ഭയവുമില്ലാതെ ഇദ്ദേഹത്തിൻ്റെ പത്രത്തിലൂടെ എതിർത്തുകൊണ്ടേയിരുന്നു. ദ ഗവൺമെൻറ്റ്സ് ഫെയിലിയർ ടു പുട്ട് ആൻ എൻഡ് ടു ഇറ്റ്. മാത്രമല്ല, ഗവൺമെൻറ്റിന് അതിൽ ഒരു അറുതി വരുത്താൻ കഴിയുന്നില്ല, സതി നിരോധിക്കാൻ സാധിക്കുന്നില്ല എന്ന് ശക്തമായി ഇദ്ദേഹം വാദിച്ചുകൊണ്ടിരുന്നു. ഹി ഗേവ് പ്രൊമിനൻസ് ടു ന്യൂസ് ആൻഡ് വ്യൂസ് ഫ്രം ബംഗാളി ആൻഡ് പേർഷ്യൻ ജേണൽസ്. ബംഗാളി, പേർഷ്യൻ ജേണലുകളിൽ നിന്ന് വാർത്തയും കാഴ്ചപ്പാടുകളും ഇദ്ദേഹം പ്രാധാന്യത്തോടെ തൻ്റെ പത്രത്തിൽ നൽകി. ഹി വാസ് ആൾസോ എ ഫ്രണ്ട് ഓഫ് ദ ഇന്ത്യൻ പ്രസ് ആൻഡ് ഡിഫെൻഡഡ് ഇറ്റ്സ് റൈറ്റ് ടു എക്സിസ്റ്റ് ആൻഡ് വോയിസ് ദ ഒപ്പീനിയൻസ് ഓഫ് പീപ്പിൾ. യഥാർത്ഥത്തിൽ ഇന്ത്യൻ മാധ്യമങ്ങളുടെ ഒരു സുഹൃത്ത് തന്നെയായിരുന്നു ജെയിംസ് സിൽക്ക് ബക്കിംഗ്ഹാം. മാത്രമല്ല, ഇന്ത്യൻ മാധ്യമങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയും അവരുടെ ശബ്ദത്തിന് വേണ്ടിയും, ജനങ്ങളുടെ യഥാർത്ഥ ശബ്ദമായിരിക്കണം മാധ്യമങ്ങൾ എന്നതിനു വേണ്ടിയും അദ്ദേഹം ഒരുപാട് സംഭാവനകൾ നൽകി. രംഗസ്വാമി പാർത്ഥസാരഥി ഇൻ ഹിസ് ബുക്ക് ജേർണലിസം ഇൻ ഇന്ത്യ describes James Silk Buckingham as the father of Indian journalism. രംഗസ്വാമി പാർത്ഥസാരഥി തൻ്റെ പുസ്തകമായ ജേർണലിസം ഇൻ ഇന്ത്യയിൽ എഴുതിയത് ജെയിംസ് സിൽക്ക് ബക്കിംഗ്ഹാം ഇന്ത്യയുടെ ജേർണലിസത്തിൻ്റെ പിതാവാണ് എന്നാണ്. തീർച്ചയായിട്ടും ഇന്ത്യൻ ജേർണലിസത്തിൻ്റെ പിതാവായി അംഗീകരിക്കാവുന്ന വ്യക്തിയാണ് ജെയിംസ് സിൽക്ക് ബക്കിംഗ്ഹാം. British authorities became intolerant on account of his persistent criticism of their policies. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ നയങ്ങളെ തുടർച്ചയായി തൻ്റെ പത്രത്തിലൂടെ ജെയിംസ് സിൽക്ക് ബക്കിംഗ്ഹാം എതിർത്തുകൊണ്ടിരുന്നു. അതിനാൽ തന്നെ ബ്രിട്ടീഷ് അധികാരികളുടെ അസഹിഷ്ണുത പുറത്ത് പ്രകടമായി. ജോൺ ആഡം, ദ ആക്ടിംഗ് ഗവർണർ ജനറൽ, ഡിപ്പോർട്ടഡ് ബക്കിംഗ്ഹാം ടു ഇംഗ്ലണ്ട്. അക്കാലത്തെ ആക്ടിംഗ് ഗവർണർ ജനറലായിരുന്ന ജോൺ ആഡം ജെയിംസ് സിൽക്ക് ബക്കിംഗ്ഹാമിനെ ഇംഗ്ലണ്ടിലേക്ക് നാടുകടത്തി. Many describe Buckingham as the first real journalist in India. ഇന്ത്യയിലെ ആദ്യ യഥാർത്ഥ ജേർണലിസ്റ്റ് എന്ന് ജെയിംസ് സിൽക്ക് ബക്കിംഗ്ഹാമിനെ പലരും വാഴ്ത്തിപ്പാടാറുണ്ട്. ഹി വാസ് ആൻ ഇൻസ്പിരേഷൻ ബിഹൈൻഡ് ദ ഗ്രോത്ത് ഓഫ് ഇന്ത്യൻ ജേർണലിസം. ഇന്ത്യൻ ജേർണലിസത്തിൻ്റെ വളർച്ചയിൽ വലിയ പ്രചോദനമായ, വലിയ സ്വാധീനം ചെലുത്തിയ വ്യക്തി തന്നെയാണ് ജെയിംസ് സിൽക്ക് ബക്കിംഗ്ഹാം. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ മാധ്യമങ്ങളുടെ പരിണാമത്തിൽ വലിയ സംഭാവനകൾ നൽകിയ ഒരു സഭയെക്കുറിച്ചാണ്. സെരാംപൂർ മിഷണറീസ്. സെരാംപൂർ മിഷണറീസ് were a group of Baptist missionaries from England who settled down at സെരാംപൂർ in Bengal. ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന് ബംഗാളിലെ സെരാംപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥാപിച്ച ഒരു പുരോഹിത സഭയാണ് സെരാംപൂർ മിഷണറീസ്. The credit for starting the first vernacular newspaper in the country goes to this missionary group. ഈ സഭയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ ചരിത്രത്തിൽ ഇടം പിടിക്കാനുള്ള കാരണം ഇന്ത്യയിലെ പ്രാദേശിക ഭാഷയിൽ ഇറങ്ങിയ ആദ്യ ന്യൂസ് പേപ്പർ ഇവരുടെ സംഭാവനയാണ് എന്നുള്ളതാണ്. ദ ഫസ്റ്റ് വെർനാക്കുലർ ന്യൂസ് പേപ്പർ ഇൻ ദ കൺട്രി. ഇന്ത്യയിലെ ആദ്യത്തെ പ്രാദേശിക ഭാഷാ പത്രം ഇവരുടേതാണ്. Their publication included, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണങ്ങൾ ഏതെല്ലാമെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ദിഗ്ദർശൻ.
ദിഗ്ദർശൻ വാസ് സ്റ്റാർട്ടഡ് ഇൻ 1880 ആസ് എ മന്ത്ലി മാഗസിൻ ഇൻ ബംഗാളി. ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ഒരു മാസികയായിരുന്നു 1818 ഇറങ്ങിയ ദിഗ്ദർശൻ. ദിസ് ജേർണൽ ക്യാരിഡ് റിപ്പോർട്ട്സ് ഓഫ് പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ്. രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ വാർത്തകൾ ഈ ജേർണൽ നൽകുകയുണ്ടായി. ബട്ട് ഇറ്റ് കെയർഫുള്ളി അവോയ്ഡഡ് പൊളിറ്റിക്കൽ കോൺട്രവേഴ്സീസ്. പക്ഷേ വളരെ ശ്രദ്ധയോടെ രാഷ്ട്രീയ വിവാദങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ ഈ മാസികയ്ക്ക് കഴിഞ്ഞു. നോട്ടീസസ്, ആർട്ടിക്കിൾസ് റിലേറ്റിംഗ് ടു ഹിസ്റ്ററി ആൻഡ് പൊളിറ്റിക്കൽ ന്യൂസ് ഐറ്റംസ് വെർ പബ്ലിഷ്ഡ് ഇൻ ദിസ് പേപ്പർ. ഈ മാസികയിൽ കൃത്യമായി ഒരുപാട് നോട്ടീസുകൾ, ഒരുപാട് ആർട്ടിക്കിളുകൾ, അത് ചരിത്രത്തെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചുമുള്ള വാർത്തകളെല്ലാം നിറഞ്ഞു നിന്നു. The name of Digdarshan was changed to Samachar Darpan in 1819 and it was published until 1840. ദിഗ്ദർശൻ എന്ന പേര് 1819 സമച്ചാർ ദർപ്പൺ എന്നാക്കി മാറ്റി. 1840 വരെ ഈ മാസിക പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഇറ്റ് ബിക്കേം എ ബൈലിംഗ്വൽ വീക്ക്ലി ഇൻ 1829. 1829 ആയപ്പോഴേക്കും 2 ഭാഷയിൽ ഇറങ്ങുന്ന ഒരു വീക്കിലിയായി സമച്ചാർ ദർപ്പൺ മാറുകയുണ്ടായി, ബംഗാളി ഭാഷയിലും ഇംഗ്ലീഷ് ഭാഷയിലും. ഇറ്റ് കളക്റ്റഡ് ന്യൂസ് ഫ്രം മെനി പ്ലേസസ് ഇൻ ബംഗാൾ ആൻഡ് നിയർ ബൈ പ്ലേസസ്. ബംഗാളിൽ നിന്നും സമീപ പ്രദേശങ്ങളിൽ നിന്നും ഒരുപാട് വാർത്തകൾ ഈ വീക്കിലി കളക്ട് ചെയ്തു. ഇൻഫോർമേഷൻ നോട്ട് അവൈലബിൾ എൽസ്വെയർ കുഡ് ബി ഫൗണ്ട് ഇൻ ഇറ്റ്. വേറെ എവിടെ നിന്നും ലഭിക്കാത്ത വാർത്തകൾ പോലും സമച്ചാർ ദർപ്പണിലൂടെ ജനങ്ങൾക്ക് അറിയാൻ സാധിച്ചു. സെറാംപൂർ മിഷനറീസിൻ്റെ മറ്റൊരു പ്രസിദ്ധീകരണമായിരുന്നു ദ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. The Friend of India was a monthly magazine in English started on April 30, 1818. 1818 ഏപ്രിൽ 30 ഇംഗ്ലീഷ് ഭാഷയിൽ ആരംഭിച്ച ഒരു മാസികയായിരുന്നു ദ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. ഇറ്റ് സ്റ്റോപ്ഡ് പബ്ലിക്കേഷൻ ഇൻ 1827 ഡ്യൂ ടു ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ്. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ കാരണം 1827 ഇതിൻ്റെ പ്രസിദ്ധീകരണം അവസാനിപ്പിക്കുകയും ചെയ്തു. The basic objectives of these papers were to aid conversion to Christianity and to support the views of the British administrators in India. ഈ പ്രസിദ്ധീകരണങ്ങളെല്ലാം ക്രിസ്തീയ സഭകളാണ് നടത്തിയത് എന്നതുകൊണ്ട് തന്നെ ഇവരുടെ പ്രഥമമായ ലക്ഷ്യം ക്രിസ്ത്യാനിറ്റിയിലേക്ക് മതപരിവർത്തനം നടത്തുക എന്നതും ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണാധികാരികളെ സപ്പോർട്ട് ചെയ്യുക എന്നതുമായിരുന്നു. But it should be kept in mind that news about India and Indians occupied the largest amount of space in these publications. എന്നാൽ അതേ സമയം തന്നെ ഈ പ്രസിദ്ധീകരണങ്ങളിലെല്ലാം കൂടുതൽ സ്ഥലം ചെലവഴിച്ചത് ഇന്ത്യയെക്കുറിച്ചും ഇന്ത്യയിലെ ആളുകളെക്കുറിച്ചുമുള്ള വാർത്തയ്ക്കാണ്. ഒരേ സമയം തന്നെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് മതപരിവർത്തനം നടത്താനും അതുപോലെ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രസിദ്ധീകരണങ്ങൾ മുന്നോട്ട് വന്നതെങ്കിലും ഈ പ്രസിദ്ധീകരണങ്ങളിൽ ഒരു വലിയ ശബ്ദമായി ഇന്ത്യയും ഇന്ത്യക്കാരും മാറുകയുണ്ടായി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണെന്ന് നമ്മൾ തിരിച്ചറിയണം എന്നർത്ഥം. അവസാനമായി ഈ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച സാമൂഹിക പരിഷ്കർത്താവും ജേർണലിസ്റ്റുമായ രാജാറാം മോഹൻ റോയിയെക്കുറിച്ചാണ്. രാജാറാം മോഹൻ റോയ് 1772 to 1833 is considered by most historians as the father of Indian journalism. ഏറ്റവും കൂടുതൽ ചരിത്രകാരന്മാർ ഒരേ സ്വരത്തിൽ ഇന്ത്യൻ ജേർണലിസത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ്. He sponsored many journals, edited them, fought for social reforms and defended criticism leveled against Vedanta philosophy by the Christian missionaries. ഒരുപാട് പേരോട് പോരാടി നിൽക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണങ്ങൾ ആരംഭിച്ചത്. ഒരുപാട് പ്രസിദ്ധീകരണങ്ങൾ ആരംഭിക്കുകയും അതിൻ്റെയെല്ലാം പത്രാധിപരായി പ്രവർത്തിക്കുകയും സാമൂഹിക പരിഷ്കർത്താവായി തിളങ്ങുകയും ചെയ്ത വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ്. മാത്രമല്ല ക്രിസ്ത്യൻ മിഷനറീസിൻ്റെ വേദാന്ത ഫിലോസഫിക്കെതിരെയുള്ള കുറ്റപ്പെടുത്തലുകളെ നഖശികാന്തം എതിർക്കുകയും തടുക്കുകയും ചെയ്ത വ്യക്തി കൂടിയാണ് രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ പത്രപ്രവർത്തന രംഗത്ത് രാജാറാം മോഹൻ റോയ് നൽകിയ സംഭാവനകളെക്കുറിച്ചാണ് നമ്മളിനി വിശദമായിട്ട് പഠിക്കാൻ പോകുന്നത്. അതിലാദ്യത്തേതാണ് സമ്പദ് കൗമുദി. ഇറ്റ് വാസ് എ വീക്ക്ലി ഇൻ ബംഗാളി പബ്ലിഷ്ഡ് ഇൻ ഡിസംബർ 1821. 1821 ഡിസംബറിൽ പ്രസിദ്ധീകരണം ആരംഭിച്ച ബംഗാളി വാരികയാണ് സമ്പദ് കൗമുദി.
The Calcutta Journal, edited by James Silk Buckingham, gave ample publicity in its columns to this new Indian project. ജെയിംസ് സിൽക്ക് ബക്കിംഗ്ഹാം തൻ്റെ പ്രസിദ്ധീകരണമായ കൽക്കട്ട ജേണലിലൂടെ വ്യക്തമായ പിന്തുണ നൽകിയ പ്രസിദ്ധീകരണമാണ് സമ്പദ് കൗമുദി. ഈ ഒരു പുതിയ ഇന്ത്യൻ ഉദ്യമത്തിന് അദ്ദേഹം തൻ്റെ എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തു. രാജാ റാം മോഹൻ റോയുടെ മറ്റൊരു പ്രസിദ്ധീകരണമാണ് മിറാത്തുൽ അക്ബർ. This was the second journal brought out by Raja Ram Mohan Roy from 1821. 1821 പ്രസിദ്ധീകരണം ആരംഭിച്ച ജേണലാണ് മിറാത്തുൽ അക്ബർ. ഇത് രാജാ റാം മോഹൻ റോയുടെ രണ്ടാമത്തെ പ്രസിദ്ധീകരണ സംരംഭമാണ്. ഇറ്റ് വാസ് എ വീക്ക്ലി ഇൻ പേർഷ്യൻ, ദ ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ദ മുഗൾ എംപയർ. മുഗൾ എംപയറിൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിരുന്ന പേർഷ്യൻ ഭാഷയിലിറങ്ങിയ ഒരു വാരികയായിരുന്നു മിറാത്തുൽ അക്ബർ. ആൻഡ് പബ്ലിഷ്ഡ് ഓൺ എവറി ഫ്രൈഡേ. എല്ലാ വെള്ളിയാഴ്ചയിലുമാണ് ഇത് പുറത്തിറങ്ങിയിരുന്നത്. ദിസ് വീക്ക്ലി ഡിവോട്ടഡ് സ്പേസ് ടു നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ഇവൻറ്റ്സ്. ദേശീയ അന്തർദേശീയ വാർത്തകൾക്ക് പോലും പ്രാധാന്യം നൽകിയിരുന്ന ഒരു വാരികയായിരുന്നു മിറാത്തുൽ അക്ബർ. മിറാത്തുൽ അക്ബർ വാസ് ഷട്ട് ഡൗൺ ഇൻ 1823 ടു പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദ പ്രസ് റെഗുലേഷൻ ആക്ട് ഓഫ് 1823. 1823 പ്രസ് റെഗുലേഷൻ ആക്ടിൽ പ്രതിഷേധിച്ചുകൊണ്ട് മിറാത്തുൽ അക്ബർ 1823 പ്രസിദ്ധീകരണം അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അടുത്തതായി ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രസിദ്ധീകരണത്തെ പരിചയപ്പെടാം. ബ്രാഹ്മണിക്കൽ മാഗസിൻ. ദിസ് വാസ് എ മന്ത്ലി പബ്ലിഷ്ഡ് ഇൻ ഇംഗ്ലീഷ് ടു കൗണ്ടർ ദ മിഷണറീസ് പ്രോപ്പഗൻഡ. മിഷണറിമാരുടെ ഗൂഢലക്ഷ്യങ്ങളെ എതിർക്കാൻ വേണ്ടി ഇംഗ്ലീഷ് ഭാഷയിൽ ഇദ്ദേഹം ഇറക്കിയ മാസികയാണ് ബ്രാഹ്മണിക്കൽ മാഗസിൻ. 12 issues of this magazine appeared. ഈ മാസികയുടെ 12 ഇഷ്യൂകളാണ് പുറത്തിറങ്ങിയത്. Later, a regular periodical in English and Bengali titled Brahmin Sevadi was started by Roy. പിന്നീട് ബ്രാഹ്മിൻ സേവാദി എന്ന പേരിൽ ഇംഗ്ലീഷിലും ബംഗാളി ഭാഷയിലുമായി ഒരു പ്രസിദ്ധീകരണവും ഇദ്ദേഹം ആരംഭിച്ചു. Through the above journals, Ram Mohan Roy tried to counter the accusations of the missionaries on the one hand and to form public opinion in favor of social reforms on the other. നമ്മൾ പഠിച്ച രാജാ റാം മോഹൻ റോയ് തൻ്റെ പ്രസിദ്ധീകരണങ്ങളിലൂടെ ചെയ്തത് ഒരേ സമയം മിഷനറി പ്രവർത്തകരുടെ അധിക്ഷേപങ്ങളെ, വേദങ്ങളെക്കുറിച്ചുള്ള കുറ്റപ്പെടുത്തലുകളെ എതിർക്കുകയും അതേസമയം തന്നെ സാമൂഹിക പരിഷ്കരണത്തിനു വേണ്ടി ജനങ്ങളുടെ അഭിപ്രായത്തെ ഒരുമിപ്പിക്കുകയുമാണ് ചെയ്തത്. These publications marked the real beginning of journalism in India. ഇന്ത്യയിലെ യഥാർത്ഥ ജേർണലിസത്തിൻ്റെ ആരംഭമായിരുന്നു ഈ പ്രസിദ്ധീകരണങ്ങൾ എന്ന് വേണം പറയാൻ. കാരണം as they were addressed to the Indians in their own languages. ഓരോ ഇന്ത്യക്കാരനോടും അവൻ്റെ ഭാഷയിലാണ് രാജാ റാം മോഹൻ റോയ് സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ ഓരോ ഇന്ത്യക്കാരനിലേക്കും എത്തിയ വാർത്തകൾ എന്നതുകൊണ്ട് രാജാ റാം മോഹൻ റോയുടെ ഈ പ്രസിദ്ധീകരണങ്ങൾ ഇന്ത്യയിലെ യഥാർത്ഥ ജേർണലിസത്തിൻ്റെ ആരംഭമായിട്ട് വേണം കണക്കാക്കാൻ. എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ പ്രസ്, ഇന്ത്യൻ മാധ്യമങ്ങളുടെ പരിണാമം എന്ന ടോപ്പിക്കിലെ ആദ്യ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. ജെയിംസ് അഗസ്റ്റസ് ഹിക്കി, ജെയിംസ് സിൽക്ക് ബക്കിംഗ്ഹാം, സെരാംപൂർ മിഷനറീസ്, രാജാ റാം മോഹൻ റോയ് തുടങ്ങിയ ടോപ്പിക്കുകളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ ചർച്ച ചെയ്തത്. എല്ലാ കാര്യങ്ങളും കൃത്യമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഫ്രീഡം മൂവ്മെൻറ്റ് ആൻഡ് പ്രസ് എന്ന ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.